അപ്പോൾ വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത അറിയാമല്ലോ, ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാവരും അമ്പലത്തിലൊക്കെ പോയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും അമ്പലത്തിലൊക്കെ പോയി ഉണ്ണിക്കണ്ണനെ കണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമേ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം, കമൻറ്റ് ഇടുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറയുമ്പോൾ എൻ്റെ ഉണ്ണിക്കണ്ണനെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണിക്കണ്ണൻ എന്ന് പറയുമ്പോൾ എൻ്റെ ഇഷ്ടം ആരാധനമൂർത്തി നിറഞ്ഞ അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമി എൻ്റെ കുട്ടിക്കാലം മുതലേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കാണുന്ന തൊട്ടടുത്ത് അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ സ്ഥിരം പോയി തൊഴുത് വരാറുള്ളതാണ്. പിന്നെ ഉണ്ണിക്കണ്ണൻ എങ്ങനെ മനസ്സിലിങ്ങനെ കുടിയേറിയെന്ന് പറയുമ്പോൾ അയ്യപ്പ സന്നിധിയിൽ നിന്ന് തന്നെ എനിക്ക് ഉണ്ണിക്കണ്ണനെ കുറിച്ച് കൂടുതൽ അറിയാനും ഉണ്ണിക്കണ്ണൻ്റെ കീർത്തനങ്ങൾ പാരായണം ചെയ്യാനും ഒക്കെ എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോഴും നാരായണീയം പഠിക്കുകയാണ്. 26-ാം ദശകം ഗജേന്ദ്രമോക്ഷം ആ ഭാഗം പഠിക്കുകയാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് ഉണ്ണിക്കണ്ണൻ്റെ ഒരു പ്രത്യേക ഒരു സ്വാധീനം എൻ്റെ കൂടെ ഉണ്ട്. അതെനിക്ക് എപ്പോഴും ഒരു ഫീൽ ചെയ്യാറുണ്ട്. ഏതൊരു വിഷമാവസ്ഥയിലിരുന്നാലും ഉണ്ണിക്കണ്ണ എന്ന് വിളിക്കുമ്പോൾ, മനസ്സുകൊണ്ട് വിളിക്കുമ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ കണ്ണ ഉള്ളതായിട്ട് എനിക്കൊരു ഫീൽ തോന്നാറുണ്ട്. പിന്നെ ആ ഉണ്ണിക്കണ്ണൻ്റെ ഒരു ഛായാചിത്രം വരച്ച് ഞങ്ങൾ ഫാമിലിയായിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് അതിനുശേഷമാണ് എനിക്ക് ഇത്രയെങ്കിലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാനുള്ള ഒരു കഴിവ്. അധികമൊന്നും ഞാനങ്ങനെ സംസാരിക്കാത്ത ആളാണ്. സംസാരിക്കുക ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഇത്രയും ഓപ്പണായിട്ട് തുറന്നൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ തന്നെയും എനിക്ക് ആ ഭഗവാന്റെ കാരുണ്യം, അയ്യപ്പസ്വാമിയുടെയും ഉണ്ണിക്കണ്ണൻ്റെയൊക്കെ ആ ഒരു എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഒരു കഴിവുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയെങ്കിലും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. പിന്നെ അതിനുശേഷമാണ് എൻ്റെ വീഡിയോസ് കോമഡിയൊക്കെ ഇത്രയൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടാനും ഇത്ര ഉയരത്തിലേക്ക് ഒരുപാട് ഉയരത്തിലില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും എന്നെ അറിയുന്നുണ്ടല്ലോ. എൻ്റെ കോമഡിക്ക് ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അപ്പോൾ അതിൽ തന്നെ എൻ്റെ ഭഗവാന്റെ ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാൻ നല്ല കോമഡിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാവരും സുഖമായിരിക്കുക. നന്ദി, നമസ്കാരം.